ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ യു പിന്നിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്ലവർ ബീഡ്സും ഗോൾഡൻ കളർ ബീഡ്സൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ യു പിന്നിൽ ചെയ്യുന്ന സമയത്ത് ഗിയർ വയറിന് നല്ല ലെങ്ത് വേണം കേട്ടോ. ഇത്രയെങ്കിലും ലെങ്ത് വേണം. ഇല്ലെങ്കിൽ ചെറുതല്ലേ വിചാരിച്ചിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ബീഡ്സ് ചുറ്റി വരുമ്പോഴത്തേനും ഒട്ടും നീളം ഉണ്ടാവില്ല. അപ്പോഴൊരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ രണ്ടറ്റവും ഈ യു പിന്നിൻ്റെ നടുഭാഗത്തോട്ട് വരത്തക്ക രീതിയിൽ എടുത്ത് വളച്ചൊന്ന് ചുറ്റിയെടുക്കണം. ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലവർ ബീഡ്സ് കോർത്തെടുക്കാം. ഈ ഫ്ലവർ ബീഡിന് ഒരു ഹോളേ ഉള്ളൂ കേട്ടോ. അപ്പോഴേ ഞാൻ പോയപ്പോൾ ഇതേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ നടുക്കായിട്ട് നമുക്കൊരു ഗോൾഡൻ കളറ് ഷുഗർ ബീഡ് കോർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കോർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലവർ ബീഡിൻ്റെ ആ ഹോളിൽ കൂടെ തന്നെ ഗിയർ വയർ പുറത്തേക്ക് എടുക്കണം. നല്ല ടൈറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ ഗിയർ വയറിൻ്റെ ഒരറ്റം ഇപ്പുറ സൈഡിൽ കൂടെയും മറ്റേ അറ്റം ഇപ്പുറ സൈഡിൽ കൂടെ ആയിട്ട് രണ്ട് വശത്തോട്ടും കൂടി ഫ്ലവറിൻ്റെ ചുറ്റും ഒന്ന് ചുറ്റിയെടുത്തതിന് ശേഷം രണ്ട് വയറും കൂടെ നല്ല ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഫ്ലവർ ബീഡ് നല്ല ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. പിന്നെ നമുക്ക് ഗോൾഡൻ കളർ ബീഡ്സ് കോർത്ത് കൊടുക്കാം. ഈ ബീഡ്സിന് 10 രൂപയാണ് കേട്ടോ റേറ്റ്. തൂക്കി മേടിച്ചതാണ്. 10 ഗ്രാമിന് 10 രൂപയാണ്. അപ്പം നമുക്ക് ഈ ഒരു 10 രൂപയ്ക്ക് മേടിച്ചാൽ തന്നെ വലിയൊരു ഹെയർ ബ്രോച്ച് ഒരു 2 എണ്ണം ഉണ്ടാക്കാനുള്ള ബീഡ്സ് നമുക്കതിലുണ്ടാവും. അപ്പം നമുക്ക് ഇത് യു പിന്ന് ചെയ്യുമ്പോൾ അത്ര ഒന്നും അത്യാവശ്യം വരില്ല. കൂടിയാൽ ഒരു 10 എണ്ണമൊക്കെ നമുക്ക് ആവശ്യം വരുള്ളൂ. ഓരോ കളറും ബീഡ്സൊക്കെ എടുക്കുന്ന സമയത്ത് അത് ഓരോ ഡിസൈൻ അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്നിൻ്റെ താഴെ ഒന്ന് അങ്ങനെ വരത്തക്ക രീതിയിൽ ബീഡ്സ് കോർത്ത് നമ്മൾ ചുറ്റി വേണം എടുക്കാനായിട്ട്. ഓരോ ബീഡ്സ് കോർത്തതിന് ശേഷവും നമ്മൾ ചുറ്റണം. ഗിയർ വയർ ചുറ്റി കൊടുക്കണം. നല്ല ടൈറ്റ് ചെയ്ത് വേണം ചുറ്റാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ കോർത്തെടുക്കുക. ഈ ഫ്ലവർ ബീഡിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 10 രൂപയാണ്. അത് ഞാൻ തൂക്കി തന്നെ വാങ്ങിയതാണ് കേട്ടോ. അതിനും 10 രൂപ തന്നെയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ വലിയൊരു ഹെയർ ബ്രോച്ച് ഉണ്ടാക്കാൻ നമുക്ക് ആ ഒരു 10 രൂപയ്ക്ക് വാങ്ങിച്ചാൽ തന്നെ മതിയായിരിക്കും. അപ്പം നിങ്ങൾ ഈ ഒരു യു പിന്നിൽ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വളരെ കുറച്ച് ബീഡ്സും കാര്യങ്ങളൊക്കെ മതി. ഈ യു പിന്നിൻ്റെ റേറ്റ് എന്ന് പറയണത് 10 രൂപയാണ് കേട്ടോ. ഒരു പാക്കറ്റാണ് കിട്ടുക. ആ ഒരു പാക്കറ്റിൽ 10 എണ്ണം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ യു പിന്നിൻ്റെ ഒന്നായിട്ടല്ല നമ്മൾ സെയിൽ ചെയ്യണത്, നമ്മൾ ജോഡിയായിട്ടാണ് കൊടുക്കുക. അപ്പോൾ ജോഡി 60 രൂപയ്ക്കൊക്കെയാണ് ഞാൻ കൊടുക്കുന്നത്. ചിലവർക്ക് ഒരെണ്ണം മാത്രമായിട്ടും ചോദിക്കും. ഇച്ചിരി ഹെവി ആയിട്ട് ഡിസൈൻ ചെയ്ത പോലെ ഒരെണ്ണമായിട്ടും മതിയെന്ന് പറയും, ഹെയറൊക്കെ കുറവുള്ളവർക്ക്. അപ്പോഴും ഞാൻ 30 രൂപയ്ക്കാണ് കേട്ടോ സെയിൽ ചെയ്യണത്. അപ്പം ഞാൻ കണ്ടോ, ഇത്രയും ലെങ്തിലെടുത്തിട്ട് നമ്മൾ ചുറ്റി വന്നപ്പോൾ ഇത്രയാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം ലെങ്തിൽ തന്നെ ഗിയർ വയർ എടുക്കണം. അപ്പം നമുക്ക് മറ്റേ സൈഡും അതേപോലെ ചെയ്തെടുക്കാം. ആ സൈഡ് ഞാൻ കുറച്ച് ലെങ്ത് കൂട്ടിയാണ് കേട്ടോ ഇടണത്. അപ്പോൾ ഇതെവിടെ കിട്ടുക, ബീഡ്സൊക്കെ എവിടെ നിന്നാണ് മേടിക്കുക, ഫ്ലവർ ബീഡ് എവിടെ കിട്ടുക എന്നൊക്കെ, ഗിയർ വയറിൻ്റെ കാര്യമൊക്കെ ഒരുപാട് കമൻറ്റ് കണ്ടു. അപ്പം എല്ലാവർക്കും സംശയമാണ് ഇത് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് അപ്പോൾ ക്രാഫ്റ്റ് ഷോപ്പിലും പിന്നെ തയ്യൽ സാധനങ്ങളൊക്കെ ഉള്ള കടകളിലൊക്കെ ഈ ബീഡ്സും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം ഞാൻ അവിടെ നിന്നാണ് മേടിക്കാറ്. അപ്പം നിങ്ങളുടെ അടുത്തുള്ള ക്രാഫ്റ്റ് ഷോപ്പിലും തയ്യൽ സാധനങ്ങളൊക്കെ ഉള്ള കടയിലൊക്കെ നിങ്ങൾ ചെന്ന് അന്വേഷിച്ച് നോക്കുക. വലിയ കടകളിലൊക്കെയാണ് ഉണ്ടാവുക. ചെറിയ ഷോപ്പിലൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ ഇങ്ങനെ ഒന്നിൻ്റെ താഴെ ഒന്നായിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ചുറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചുറ്റി എടുക്കുന്ന സമയത്ത് അകവും പുറവും ഉണ്ട് കേട്ടോ. നമ്മളിത് ചെയ്തെടുക്കുമ്പോൾ മേൽഭാഗത്ത് ആ കമ്പി ഇങ്ങനെ നമ്മൾ കാണരുത്. നമ്മൾ ആ കമ്പീനെ ചുറ്റി ബാക്കോട്ട് ആക്കി വെക്കണം. എന്നാലാണ് കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ നല്ല ടൈറ്റ് ചെയ്ത് ചുറ്റി കൊടുക്കണം കേട്ടോ. അപ്പോഴെല്ലാവരും കണ്ടു നോക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇതുപോലെയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ട്, നിങ്ങളുടെ ഫാമിലിയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ എല്ലാവരും ചെയ്ത് നോക്കണം. വീട്ടിൽ വെറുതെ ഇരിക്കാണ്ട് എല്ലാവരും അവരുടേതായ ഒരു വരുമാനം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇത് ചെയ്ത് നോക്കി കണ്ടു പഠിച്ചതിന് ശേഷം നിങ്ങളുടേതായ ഡിസൈനിൽ ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഹെയർ പിന്ന് നമുക്ക് 30 രൂപയ്ക്ക് സെയിൽ ചെയ്യാം.
ജോഡി കൊടുക്കണമെങ്കിൽ 60 രൂപയ്ക്കാണ് ഞാൻ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതേപോലെ നിങ്ങളുടെ നാട്ടിലെ ഒരു റേറ്റും കാര്യങ്ങളൊക്കെ വെച്ച് ഇട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും. 30 രൂപയ്ക്ക് കൊടുത്തെന്ന് വെച്ചാൽ നമുക്കൊരു നഷ്ടവും വരില്ല. കാരണം ബീഡ്സൊക്കെ നമുക്ക് വളരെ കുറച്ചേ ആവശ്യം വരുള്ളൂ. നമ്മളത് 10 രൂപയ്ക്കാണ് വാങ്ങിയത്. അപ്പോൾ അതനുസരിച്ചുള്ള റേറ്റിലൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ.